ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി മാങ്ങത്തൊക്കാണ് ഇവിടെ തയ്യാറാക്കാനായിട്ട് പോണത്. ഇതൊരു അച്ചാറാണ് കേട്ടോ, ഒരു തമിഴ്നാട് സ്റ്റൈല് അച്ചാറാണിത്. അപ്പോൾ ഈ ഒരു തൊക്ക് എന്ന് വെച്ചാൽ തമിഴിൽ നല്ല തിക്കായിട്ട് ചെയ്തെടുക്കുന്ന ഗ്രേവിക്കാണ് കേട്ടോ ഇങ്ങനെ തൊക്ക് എന്ന് പറയുക. ഇത് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ ഒരു ചിക്കൻ്റെ നല്ല തിക്ക് ഗ്രേവി പോലത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താണ് തൊക്ക് എന്ന് പറയണത്, തൊക്കാണോ? ശരിക്കും അറിയില്ല തോന്നണം ഈ ഒരു തൊക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് ചെയ്യണ എന്താ പറയുക സാധനങ്ങൾക്കൊക്കെയാണ് കേട്ടോ അവിടെ തൊക്ക് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങാത്തൊക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാങ്ങാത്തൊക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ്. ഇത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ അതേ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങാത്തൊക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മാങ്ങ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട. ആദ്യം ഈ ഒരു ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് വറുത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു കടുക് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഉലുവ മൂത്തതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അതേ കടായിലോട്ട് തന്നെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയെല്ലാം കൂടിയിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് ഇങ്ങനെ മൂത്തിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ടൊന്നും പോകാനായിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അടുപ്പൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ അത്ര എരിവ് കാണില്ല, പിന്നെ നല്ലൊരു കളറായിരിക്കും നമ്മളുടെ ഈ ഒരു അച്ചാറിന്. പിന്നെ ഇത് നന്നായിട്ട് കുറച്ചും കൂടി എരിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മുളക് പൊടിയുടെ ആ ഒരു പച്ചമണക്കം ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടും. അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പില നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല, ആ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണക്കം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ഏറ്റവും ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകുണ്ടല്ലോ, അത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകരം നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് എണ്ണ തെളിഞ്ഞ് വരണ വരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു അച്ചാർ നമ്മൾ ഒരുപാട് കാലം സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണയുടെ അളവൊക്കെ കൂട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ളത് കാരണമാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ പെട്ടെന്ന് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൂടെ കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്